ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ സൺഡേ വ്ളോഗ്. അപ്പം ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂർ വരെ പോകുകയാണ്. അപ്പം കുറേ ആയി കോയമ്പത്തൂരൊക്കെ പോയിട്ട്. അപ്പം ഞങ്ങൾ ഇന്ന് പ്രോസോൺ മോളിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ സ്ഥിരമാണെങ്കിൽ ഫൺ മോളിലോ ബ്രൂക്ക് ഫീൽഡിലൊക്കെയാണ് പോകുന്നത്. പ്രോസോൺ മോളിൽ ഇതുവരെയും പോയിട്ടില്ല. ഈ മോളിലാണ് ഈ ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ ഭയങ്കര ഗ്രാൻഡ് ഫംഗ്ഷൻ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രോസോൺ മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നാട്ടിൽ പോകുമ്പം ബാക്ക് സൈഡിലാണെങ്കിൽ എബിക്കുട്ടന് ബെഡ് സെറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ പിന്നെ കൂടുതലും രാത്രിയിലും വെളുപ്പിനെ ആണല്ലോ തിരിച്ചു വരുന്നത്. അതാവുമ്പോൾ അവന് സുഖമായിട്ട് കിടന്നുറങ്ങാം. റീസെൻ്റ്ലി ഞങ്ങൾ നാട്ടിൽ പോയപ്പം ബ്ലോ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞങ്ങൾ പിന്നെ ആണെങ്കിൽ തിരിച്ചു വന്നപ്പം പാർക്കിങ്ങിൽ അങ്ങനെ കൊണ്ടുപോയി ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് എടുത്തു മാറ്റാൻ മറന്നുപോയി. ഇനിയിപ്പോൾ കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഇനി അത് മാറ്റാൻ. അങ്ങനെ ഞങ്ങൾ ബർലിയാർ എത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സ്ഥിരം ബജ്ജിയും ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ ഇപ്പം ഉണ്ടാക്കിയ ചൂട് ബജ്ജിയാണ്. അതുകൊണ്ട് എബിക്കുട്ടനും ഇച്ചൂട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ബെൻഡൊക്കെ ഇറങ്ങി താഴെ വന്നിട്ട് ഞങ്ങളുടെ സ്ഥിരം A to B റെസ്റ്റോറൻറ്റിലേക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ എപ്പോൾ കോയമ്പത്തൂർ വന്നാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് A to B കഴിച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. അടിപൊളി ഫുഡ് തന്നെയാണ് ഇവിടുത്തെ. ആസ് യൂഷ്വൽ ഞാനും ഇച്ചായനും മസാല ദോശയാണ് പറഞ്ഞത്. എബിക്കുട്ടനാണെങ്കിൽ പ്ലെയിൻ റോസ്റ്റുമാണ് പറഞ്ഞത്. എന്നൊക്കെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പം ഇവരുണ്ടാക്കിയ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആണെങ്കിൽ പനീർ ഗുലാബ് ജാമുൻ എബിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അതും മേടിച്ചു. എബിക്കുട്ടൻ്റെ ആണെങ്കിൽ ഫേവററ്റ് സ്വീറ്റാണിത്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പ്രോസോൺ മോളിലേക്ക് പോകേണ്ട യാത്രയാണെങ്കിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പ്രോസോൺ മോളിലേക്കൊന്നും പോകാത്തതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഏതൊക്കെയോ ഗ്രാമത്തിൻ്റെ അകത്ത് കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയത്. പക്ഷെ അടിപൊളി റോഡായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ചെറിയ റോഡുമാണ്. ഞങ്ങൾ ഈ വഴിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ആണെങ്കിൽ കുറച്ച് പ്ലോട്ട് മേടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്ലാറ്റും വില്ലാസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ, എല്ലാ സ്ഥലത്തും അത് തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞാനും ഇച്ചായനും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ ഫ്ലാറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസിക്ക് ഒരു സാധനം മേടിക്കണമെങ്കിൽ പോലും കുറേ കിലോമീറ്റർ പോകണം. ഞങ്ങൾ ഒരു ഏരിയ വന്നപ്പം ഇതുപോലെ ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെയാണെങ്കിൽ കുറച്ച് കിലോമീറ്റർ ദൂരെ പോയി കഴിഞ്ഞാൽ സ്കൂളും കോളേജും അതുപോലെ ആണെങ്കിൽ ഹോസ്പിറ്റലും പിന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ പ്രൊവിഷൻ ഐറ്റമും വെജിറ്റബിളും എല്ലാം മേടിക്കാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോസോൺ മോളിലേക്ക് എത്തി. മോളിലെത്തിയ വശം തന്നെ അവിടെ ഒരു ടോയ് ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ എബിക്കുട്ടനും ഇച്ചൂട്ടനും അതിൻ്റെ അകത്ത് കയറി. കൂട്ടത്തിൽ ഞാനും കയറി. ഇച്ചൂട്ടിനെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അവിടെ പ്രോസോൺ മോളിൽ എത്തിയപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു. 11 മണി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഷോപ്സൊക്കെ ഓപ്പൺ ആയി വരുന്നതേ ഉള്ളായിരുന്നു. എനിക്കാണെങ്കിൽ പ്രോസോൺ മോൾ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാത്രമല്ല ഇച്ചായനും. ഇതിനെക്കാട്ടിലും ഭേദം ബ്രൂക്ക് ഫീൽഡ് തന്നെയാണ്. അവിടെ ആണെങ്കിൽ കുറേ വെറൈറ്റി ഷോപ്സും ഉണ്ട്, കാണാൻ മാത്രം തന്നെയുണ്ട്. ഇവിടെ അത്രയൊന്നും വെറൈറ്റി ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ വന്നതല്ലേ, ഞങ്ങൾ എപ്പോഴും വിചാരിക്കും സൂഡിയോയിലൊന്ന് കയറണം. അങ്ങനെ ഞങ്ങൾ സൂഡിയോയിൽ കയറിയിട്ട് കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇച്ചായൻ പിന്നെ കുറച്ച് ഷർട്ടൊക്കെ ട്രയലൊക്കെ ചെയ്തു. ഞാനും 2-3 ഡ്രസ്സൊക്കെ ട്രയലൊക്കെ ചെയ്തു. ഈ മോളിൽ കാണാൻ മാത്രം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഡയറക്റ്റ് ബ്രൂക്ക് ഫീൽഡിലേക്ക് വിട്ടു. ഇവിടെ നിന്നാണെങ്കിൽ 10 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങൾ പ്രോസോൺ മോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 12:45 ആയി. ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് ആണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോസോൺ മോളിൽ നിന്ന് ബ്രൂക്ക് ഫീൽഡിലേക്ക് 10 കിലോമീറ്റർ ഉണ്ടായതുകൊണ്ട് ഞാനാണെങ്കിൽ വണ്ടി വെച്ച് തന്നെ 2 കുട്ടികൾക്കും ആണെങ്കിൽ ലഞ്ച് അങ്ങ് കൊടുത്തു. അങ്ങനെ ബ്രൂക്ക് ഫീൽഡിൽ എത്തിയപ്പോഴത്തേക്ക് കുട്ടികളുടെ 2 പേരുടെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം നേരത്തെ കഴിഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളാണെങ്കിൽ 2 കുട്ടികളുടെയും ഡ്രസ്സൊക്കെ മാറി. കുട്ടികൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണല്ലോ. നമ്മൾ പിന്നെ എത്ര ലേറ്റ് ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രൂക്ക് ഫീൽഡിലാണെങ്കിൽ ഭയങ്കര തിരക്കാരാണ്. അവിടെ എത്തിയ വശം തന്നെ ഇച്ചൂട്ടിനും എബിക്കുട്ടനും ഭയങ്കര ഓടിക്കളിക്കായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കുട്ടികൾ അവിടെ കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ആദ്യം തന്നെ ഞങ്ങൾ 2 മൊജീറ്റോ ഓർഡർ കൊടുത്തു. ഒന്ന് ബ്ലൂ ഹെവനും പൈനാപ്പിൾ മൊജീറ്റോ ആണ് ഓർഡർ കൊടുത്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ബ്ലൂ ഹെവൻ ആണ്. പൈനാപ്പിൾ ആണെങ്കിൽ എനിക്കൊരു സിറപ്പിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ കൊടുത്തു. ഞങ്ങൾ അറേബ്യൻ എക്സ്പ്രസ്സിൽ നിന്നാണ് ഫുഡ് കൊടുത്തത്. ചിക്കൻ ദം ബിരിയാണിയും അൽഫാമും ആണ് ഓർഡർ കൊടുത്തത്. ചിക്കൻ ദം ബിരിയാണി വേറെ ലെവലായിരുന്നു. അതാണെങ്കിൽ എനിക്ക് മന്തിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഫീൽ ചെയ്തത്. നമ്മുടെ നാട്ടിലത്തെ മന്തിയല്ല, പക്ഷെ ഇതിനകത്ത് കുറച്ച് സ്പൈസസ് ഒക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ള ഒരു ഇതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ അൽഫാം ആണെങ്കിൽ നല്ലൊരു ജ്യൂസി അൽഫാമായിരുന്നു. ആരെങ്കിലും ബ്രൂക്ക് ഫീൽഡിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറേബ്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ട് ഈ ചിക്കൻ ദം ബിരിയാണിയും ഈ അൽഫാമും ട്രൈ ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രൂക്ക് ഫീൽഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിഡ്സ് പ്ലേ ഏരിയയിൽ പോകാതെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കിഡ്സ് പ്ലേ ഏരിയയിൽ പോയി അവർ കുറച്ച് നേരം അവിടെ കളിക്കുകയും എൻജോയ് ഒക്കെ ചെയ്യായിരുന്നു.
ആണെങ്കിൽ ഒരു മസാജ് ചെയർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാതെ ആണെങ്കിൽ ഇച്ചായന് സമാധാനവും ഇല്ല. പിന്നെ ഇച്ചായൻ അങ്ങനെയാണെങ്കിൽ മസാജ് ചെയറിൽ കയറി കുറച്ച് മസാജൊക്കെ ചെയ്യുമായിരുന്നു. ഇച്ചായനാണെങ്കിൽ ആ ചെയറിൽ കയറി എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ ഈ 2 കുട്ടികളെയും കൊണ്ട് മാനേജ് ചെയ്യാൻ പെടാപ്പാട് പെടുമായിരുന്നു. ഞാൻ ഒരാൾ ഇങ്ങോട്ട് ഓടുമ്പോൾ ഒരാൾ അങ്ങോട്ട് ഓടുമായിരുന്നു. ഇവിടെ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി ഇച്ചായൻ. ഉറങ്ങി മസാജൊക്കെ കഴിഞ്ഞിട്ട് എണ്ണീറ്റിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. എങ്ങനെയുണ്ടായിരുന്നു ചായ? സൂപ്പറായിരുന്നോ? നല്ല ഉറക്കം ഉറങ്ങി. അത് മുഖത്ത് നന്നായിട്ട് അറിയുന്നുണ്ട് നല്ല ഉറക്കം ഉറങ്ങിയെന്ന്. ഈ മസാജ് ചെയറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫിൽറ്റർ കോഫി ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാണെങ്കിൽ ഒരു കോഫി ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും കോഫി ഇഷ്ടമല്ല, എന്നും ചായയല്ലേ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു കോഫി ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അടിപൊളി കോഫി ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. കട്ട്ലേറ്റ്, സമോസ, അതുപോലെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കട്ട്ലേറ്റ് ആണ് മേടിച്ചത്. ഇതാണെങ്കിൽ ഞങ്ങളുടെ നിർബന്ധത്തിനൊന്നല്ല ഈ കട്ട്ലേറ്റ് മേടിക്കുന്നത്. എബിക്കുട്ടനാണ് ആ കട്ട്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആവുന്ന എബിക്കുട്ടനോട് പറഞ്ഞു അത് സ്പൈസിയാണ്. പിന്നെ അവൻ അവിടെ കിടന്ന് വാശി പിടിക്കാൻ തുടങ്ങി അവനത് വേണമെന്ന്. അത് മേടിച്ച് കഴിഞ്ഞ് ഒരു ബൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെയാണ് കഴിച്ചത്. അവന് തീരെ വേണ്ടായിരുന്നു. ബ്രൂക്ക്ഫീൽഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. തുടിയല്ലൂർ എത്തിയപ്പോൾ ആണെങ്കിൽ മഴ തൂളാൻ തുടങ്ങി. പക്ഷെ മേട്ടുപ്പാളയം എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഭീര മഴ ഞങ്ങൾക്ക് കിട്ടി. നേരത്തെയൊക്കെ നമുക്ക് മെക്ഡോണൽഡ്സിൽ പോകണമെങ്കിൽ ബ്രൂക്ക്ഫീൽഡിൽ പോകണമായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ബെൻഡൊക്കെ ഇറങ്ങി A2B റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മെക്ഡോണൽഡ് സ്റ്റാർട്ടായി. ഞങ്ങളവിടെ കയറണമെന്ന് വിചാരിച്ചു, പക്ഷേ ഗംഭീര മഴ ആയതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല. അങ്ങനെ ഞങ്ങൾ ബെൻഡ് കയറിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മുകളിലാണെങ്കിൽ ഒരു ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നൂഡിൽസും അതുപോലെ ബ്രെഡ് ഓംലേറ്റും മേടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമായിരുന്നു അവിടെ. ഞാൻ ആ നൂഡിൽസ് കഴിക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.